ഹലോ, നമുക്ക് വാട്ടർഗേറ്റിൻ്റെ ഇടയിൽ നോക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ എണ്ണീറ്റ് ഇന്ന് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. 4 ഇഡ്ഡലിയും ചമ്മന്തി എടുത്തു. ഇവിടെ ഇല്ലാത്ത മിക്കവാറും ഇഡ്ഡലിയും ദോശയും തന്നെ ആയിരിക്കുള്ളൂ. അപ്പോഴത്തേനും അമ്മയ്ക്ക് ഉണ്ടാക്കിയ ദോശയിൽ നിന്ന് ഒരു ദോശ കൊണ്ടുവന്നിട്ടാണ്. ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതേ ചമ്മന്തിപ്പൊടി അതും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ലഞ്ചിന് ഇതുപോലെ റേഷനരിയുടെ ചോറും ഇതാണ് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞ കരിനെല്ലിക്ക. അതുമാത്രം മതി, വേറെ ഒന്നും വേണ്ട. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്വാദാണ്. കുറച്ച് കഷ്ടപ്പാടാണ് ഉണ്ടാക്കാൻ. പിന്നെ ഇതാ ചക്കക്കുരുവും ചീരയും കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ സാമ്പാർ, വറുത്തരച്ച സാമ്പാർ അടിപൊളിയാണ്. ഇവിടെ ഭയങ്കര സിമ്പിൾ ലഞ്ച് കേട്ടോ, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. എന്നും മിക്കവാറും സാമ്പാറും മോരും തന്നെ ആയിരിക്കുള്ളൂ. മോരൊഴിച്ചു. അങ്ങനെ ഉച്ചയൂണ് കഴിഞ്ഞു. രാത്രി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചക്കപ്പുഴുക്കായിരുന്നു കേട്ടോ. ഇതൊക്കെ എത്ര നാളായി കഴിച്ചിട്ട്. അതിൻ്റെ കൂടെ ഈ നെല്ലിക്കയും കൂടി ഇട്ടിട്ട് ഒരു പിടി പിടിക്കും. ഭയങ്കര സ്വാദാണ് അമ്മയുടെ ചക്കക്കൂട്ടാൻ, ചക്കപ്പുഴുക്ക്. അതും ഈ നെല്ലിക്കയും കൂടെ കൂട്ടി കഴിച്ചു. ഭയങ്കര അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ അമ്മ രാവിലത്തെ ഇഡ്ഡലിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് സാമ്പാറും ഒരു ഇഡ്ഡലിയും കുറച്ച് ചമ്മന്തിയും കൂടെ എടുത്തു. എന്നിട്ട് അതും കൂടെ കൂട്ടി കഴിച്ചു. ഇതൊക്കെയാണ് വീട്ടിൽ വന്ന എന്തൊക്കെയാലേ ഗുണങ്ങൾ. ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഓൾറെഡി ഞാൻ ഓവർ വെയ്റ്റാണ്, ഒരു 4-5 കിലോ കൂടെ കൂടിയിട്ടേ പോവുള്ളൂ. എന്നുവെച്ചാൽ ഭയങ്കര സ്വാദാണ്. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.